നമസ്കാരം. കേരളത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം പൂർത്തിയായതേയുള്ളൂ. സർക്കാരിനെ വിമർശിക്കാൻ, സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, സർക്കാരിനെ ആശ്ലേഷിക്കാൻ നിരവധി ഭാഗങ്ങളിൽ നിന്ന് ആളുകളും പ്രസ്ഥാനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് സമസ്തയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന സുപ്രഭാതം പത്രത്തിൽ ഇന്ന് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കി പുറത്തുവിട്ടത്. അതിനകത്ത് വളരെ ശക്തമായിട്ട് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെ വിമർശിക്കുകയാണ്. ജാഗ്രത കുറവുണ്ട് എന്നാണ് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ജാഗ്രത കുറവുണ്ട് എന്ന് സുപ്രഭാതം പത്രം വ്യക്തമാക്കുകയാണ്. സ്വാഭാവികമായും ഈ വാർത്ത വായിക്കുന്ന ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് സുപ്രഭാതം ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് എന്ന് ആലോചിച്ചാൽ പൊടുന്നനവെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം സത്യമാണ്, ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 102 സീറ്റുകൾ കിട്ടി. ഈ 102 സീറ്റുകൾ കിട്ടാൻ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് പ്രവചിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ സർക്കാർ ആരുടേതാണ് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിലുള്ള ഒറ്റ ഉത്തരം അത് കേരളത്തിലെ മുഴുവൻ ജനതയുടെയും സർക്കാർ എന്നുള്ളതാണ്. അവിടെയാണ് ഇത് തങ്ങളുടെ മാത്രം സർക്കാരാണ് എന്ന തോന്നലിൽ സുപ്രഭാതം ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കി പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു UDF സർക്കാരിനെ ഭീഷണിപ്പെടുത്താനുള്ള ഏതെങ്കിലും രീതിയിലുള്ള അധികാരമോ മാൻഡേറ്റോ സുപ്രഭാതം പത്രത്തിനുണ്ടോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പത്രം പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലായി വരുമ്പോൾ അതിന് അനുഗുണമായ രീതിയിൽ UDF സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു ജാഗ്രത കുറവുണ്ട് ഈ കാര്യത്തിൽ എന്നവർ സൂചിപ്പിക്കുന്നു. അതിലൊന്ന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി അഖിലേന്ത്യാ സർക്കാർ കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു PM ശ്രീ. ആ PM ശ്രീയിൽ ഒപ്പുവയ്ക്കാതെ ഒരു സംസ്ഥാന സർക്കാരിനും കേന്ദ്രവിഹിതം കിട്ടില്ല എന്ന വലിയ സത്യം UDFിനേക്കാളും ശക്തമായി അറിഞ്ഞിരുന്നവർ അല്ലെങ്കിൽ അറിയാവുന്നവർ LDF ആയിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം മുന്നണിയിലെ CPIയെ പോലും കാണിക്കാതെ CPMൻ്റെ അന്നത്തെ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി PM ശ്രീയിൽ ഒപ്പുവെച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ആദ്യ ഇൻസ്റ്റാൾമെൻറ്റ് തന്നെ പാസ്സാക്കിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ പിന്നീട് CPI ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് തൽക്കാലത്തേക്ക് PM ശ്രീയിൽ ഒപ്പുവെച്ച കാര്യം സ്റ്റേ ചെയ്യണം എന്ന് ശിവൻകുട്ടി ആവശ്യപ്പെട്ടത്. പക്ഷേ UDF അധികാരത്തിൽ വന്നു. UDFിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയത് മുസ്ലിം ലീഗിനെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീനാണ്. അദ്ദേഹം പറഞ്ഞു, ആദ്യ ഗഡു വാങ്ങിച്ചിരിക്കുന്നു, PM ശ്രീയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒപ്പുവെച്ചിരിക്കുന്നു, ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേ താൽക്കാലികമാണ്. അതിനർത്ഥം LDF ഒപ്പുവെച്ച ഒരു പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ UDF സർക്കാർ നിൽക്കുന്നു എന്നാണ്. അവിടെ എല്ലാ ആരോപണങ്ങളും UDFിൻ്റെ മുകളിൽ തുന്നിച്ചേർത്ത് കെട്ടിവെക്കാൻ സുപ്രഭാതം പോലുള്ള ഒരു പത്രം തയ്യാറാകുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഗവർണർ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഗവർണർമാരെ അതിനനുസരിച്ച് നിയോഗിക്കുന്നു. സിൻഡിക്കേറ്റിലേക്ക് RSS BJP പ്രതിനിധികൾ വരുന്നു എന്നാണ്. നോക്കൂ, കേരളത്തിലെ ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏതു പ്രവർത്തനങ്ങൾക്കാണ് UDFിൻ്റെ നായകത്വം വഹിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ UDF വിചാരിച്ചാൽ ഗവർണറുടെ ഏതു തീരുമാനത്തെയാണ് അട്ടിമറിക്കാൻ സാധിക്കുക? ഗവർണറുടെ മാത്രം അധികാരത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ UDF സർക്കാരിന് ജാഗ്രത കുറവുണ്ട്, വീഴ്ച പറ്റി എന്ന് പറയുമ്പോൾ ലക്ഷ്യവും ലാക്കും മറ്റൊന്നാണ് എന്ന് കേരളത്തിന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വന്നു.
അത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയും ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയും അതിനോടൊപ്പം കേരളത്തിലെ മഹാഭൂരിപക്ഷം സമുദായത്തിൻ്റെയും വോട്ട് കൊണ്ട് തന്നെ അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയെ ഏതെങ്കിലും ഒരു ഉമ്മാക്കി കാണിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം ചായ്വുള്ള സർക്കാരായി മാറ്റാൻ ശ്രമിക്കുന്നത് അപകടകരമാണ് എന്ന് സുപ്രഭാതം പോലുള്ള ഒരു പത്രം ഈ ഘട്ടത്തിലെങ്കിലും തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോയാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന അപകടം വളരെ വലുതായിരിക്കും. അത് കേരളത്തിൽ ഒരുപക്ഷെ നാളുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വർഗീയപരമായിട്ടുള്ള ഒരു ചേരിതിരിവും വിഭജനവുമായിരിക്കും. അതിനെ താങ്ങാൻ ഈ കൊച്ചു കേരളത്തിന് ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പത്രങ്ങളായി നിലനിൽക്കുന്ന പത്രങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ കാണിക്കേണ്ട ഒരു ജാഗ്രതയും ഉത്തരവാദിത്വവുമുണ്ട്. അത് UDFന്റെ ജാഗ്രത കുറവല്ല, പത്രങ്ങളുടെ ജാഗ്രത കുറവാണ്.